ഹലോ ഹായ് ഫ്രണ്ട്സ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കുന്ന ഒരുപാട് പേര് എന്നോട് കമൻസ് ആയിട്ടും മെയിലായിട്ടും ഒക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രൊയേഷ്യയിലെ ഫുഡ് അക്കോമഡേഷനെ കുറിച്ചൊക്കെ. കയറി വരാൻ പോകുന്നവർക്ക് നല്ല എക്സൈറ്റ്മെൻറ്റും ടെൻഷനൊക്കെ ഉണ്ടാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഞാനൊക്കെ ഈ അവസ്ഥയിലൂടെ തന്നെ കടന്നുപോയതാണ്. വരാൻ നിന്ന സമയത്ത് ഒരുപാട് യൂട്യൂബിലൊക്കെ ഞാനിങ്ങനെ സെർച്ച് ചെയ്തു ക്രൊയേഷ്യയിലെ ഫുഡിനെ കുറിച്ചും അക്കോമഡേഷനെ കുറിച്ചൊക്കെ. പക്ഷേ ഈ ക്രൊയേഷ്യനെ കുറിച്ചൊക്കെ മലയാളത്തിലുള്ള വീഡിയോസൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും കയറി വരുമ്പോൾ ഞാൻ അതേ എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് ഞാൻ കയറി വന്നത്. കാരണം എനിക്കൊന്നും ഇവിടെ വന്നിട്ട് ഒന്നും അറിയില്ലായിരുന്നു. അതിലും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഫണ്ടില്ലായിരുന്നു. ഞാൻ ഇവിടെ നാട്ടിലെ കടമായിട്ടാണ് ഞാൻ കയറി പോകുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ കടമായി എനിക്കിവിടെ വന്ന് 8 മാസം കൊണ്ട്, ഞാൻ 8 മാസം ജോലിയില്ലാതിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. പക്ഷേ 8 മാസക്കാലം ഞാൻ അനുഭവിച്ച ടെൻഷനും പ്രഷറും എല്ലാം ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റുന്നവരൊക്കെ കയറി കാണുക. പിന്നെ മുന്നുള്ള വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് പട്ടിണി കിടന്നതും ജോലിക്ക് വേണ്ടി കുറേ അലഞ്ഞതും. സാധാരണ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഒരു 3 മാസം, സാധാരണ ഒരു ഏജൻസികളൊക്കെ പറയുന്നത് 3 മാസം കഴിഞ്ഞിട്ട് ജോലിക്ക് കയറാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു 3 മാസം നമുക്കിവിടെ കഴിയാനുള്ള ഫണ്ടായിട്ടായിരിക്കും നമ്മൾ വരുന്നത്. പക്ഷേ 3 മാസം എന്നുള്ളത് ചിലപ്പോൾ നീണ്ടു പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നാട്ടിലേക്ക് ഫണ്ടിന് വേണ്ടി ചോദിക്കേണ്ടി വരും. അവരവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു തരേണ്ടി വരും. അതൊക്കെ പിന്നെ ഭയങ്കര ക്രൈസിസ് ആവും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അയച്ചു തരാൻ ആരുമില്ല. അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് കടപ്പടിയായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കേണ്ടത് കൊണ്ടും ഞാനിവിടെ 8 മാസക്കാലം ഞാൻ വളരെ വളരെ ടെൻഷൻ അടിച്ച് ഞാൻ ഞാൻ അങ്ങനെ അത്രയും ടെൻഷൻ അടിച്ച സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു യൂറോപ്പ് എന്ന് പറയുന്ന സ്വപ്നം ഉണ്ടല്ലോ, അത് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. എൻ്റെ സ്വപ്നമായിരുന്നു യൂറോപ്പ് എന്ന് പറയുന്നത്. 8 മാസക്കാലം ഞാൻ സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തു. എന്നാൽ പോലും ഞാൻ 8 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ ജോലിക്ക് കയറി. ഇപ്പോൾ ഞാൻ ഓക്കെ ആയി, ഒന്ന് നിവർന്ന് നിന്ന് വരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കുന്നവർ ഫണ്ടായിട്ട് വരുന്നതൊക്കെ ഓക്കെയാണ്. അല്ലാതെ 3 മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 3 മാസം ആയിരിക്കത്തില്ല വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 6 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും, 8 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും, 1 വർഷം വരെ വെയിറ്റ് ചെയ്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്ന ഫണ്ട്, ഇപ്പം ഞാനൊക്കെ ഒരുപാട് ആനമണ്ടത്തരങ്ങൾ ഇവിടെ വന്നിട്ട് കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ആ മണ്ടത്തരമൊന്നും പറ്റിയിട്ടില്ല. കാരണം പുറത്ത് പോയി ഫുഡ് കഴിക്കാനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് മണ്ടത്തരങ്ങളൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ പരിചയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് അവർ 3 മാസത്തെ പൈസ അവരുടെ കാശുണ്ടല്ലോ, അതായിട്ടാണ് അവർ വരുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യണമല്ലോ, യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് നമ്മുടെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ പുറത്തുള്ള ഫുഡുകളൊക്കെ വാങ്ങിച്ച് കഴിക്കും, ഫ്രണ്ട്സായിട്ട് ഔട്ടിങ്ങിന് പോകും. അങ്ങനെ പോയി ജോലി കിട്ടുന്നവരെ 3 മാസം ഇവർ ഭയങ്കര എക്സ്പ്ലോറാണ്. അതെല്ലാം ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഈ 3 മാസം കൊണ്ട് ഇവിടെയുള്ള ഫണ്ട് 3 മാസം വേണ്ട, ഇവിടുത്തെ ഫുഡ് ഇവർ കഴിക്കുന്ന പോലെ ഇവിടുത്തെ ഫുഡ് നമ്മൾ വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ 3 മാസം നമ്മുടെ കൊണ്ടുവന്ന കാശ് നമുക്ക് 1 മാസം കൊണ്ട് നമുക്ക് തീരും. കാരണം ഇവിടുത്തെ എല്ലാത്തിനും നല്ല റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ഒരു ജോലിക്ക് കയറിയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, ഇറ്റ്സ് ഓക്കെ. പക്ഷേ അതിന് മുമ്പ്, ജോലിക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ഒരിക്കലും 3 മാസം കഴിഞ്ഞ് ജോലിക്ക് കയറുമെന്നുള്ള ഏജൻസിയുടെ ഉറപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ടോ ഒന്നും നമ്മൾ കൊണ്ടുവരുന്ന പൈസ ആർഭാടം കാണിച്ച് കളയരുത് എന്ന് ഞാൻ പറയുള്ളൂ. അതായത് പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം നമ്മൾ ഒഴിവാക്കുക. അത് ഞാൻ വരാൻ നിൽക്കുന്നവരോടാട്ടോ പറയുന്നത്. വന്നു കഴിഞ്ഞിട്ടൊരു ജോലിയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഓക്കെ, എന്ത് വേണേലും ആവാം. പക്ഷേ വന്ന് ജോലി ആകുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇവിടെയുള്ള എല്ലാവരും, അതായത് എനിക്കറിയാവുന്ന നേപ്പാളികളാണെങ്കിലും ആരാണെങ്കിലും ശരി, എല്ലാവരും സ്വന്തമായിട്ട് ഫുഡ് വെച്ച് കഴിക്കുക ചെയ്യുന്നത്. ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ കുറച്ച് അരിയും കുറച്ച് പാത്രങ്ങളും, ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ, ഞാൻ വന്നപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് അരിയും പാത്രമൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നമ്മൾ സൺഡേ മാർക്കറ്റിൽ എവിടെയെങ്കിലും പോയി കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഓക്കെ, സുഖമായി. നമുക്ക് പിന്നെ ഒന്നും വേറെ പുറത്ത് പോയി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളായിട്ട് വെച്ച ഒരു ചമ്മന്തി ആണെങ്കിലും ശരി, നമ്മളായിട്ട് വെച്ചുണ്ടാക്കി കഴിക്കുന്ന സുഖം, സംതൃപ്തിയൊന്നും വേറെ കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ വരുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ അത്രയും, എനിക്ക് വരാനിരിക്കുന്നവരോട് പറയാനുള്ളത് ഇതാണ്, നമ്മൾ കയറി വരുമ്പോൾ വരാൻ നിൽക്കുന്നവർ അത്യാവശ്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരിക. അതായത് ഇവിടെ കിട്ടാത്തതും അവൈലബിൾ അല്ലാത്തതും നമുക്ക് ഇവിടെ എല്ലാത്തിനും റേറ്റ് കൂടുതലാണ്. നമുക്ക് ജോലിക്ക് പോകുന്നവരെങ്കിലും പിടിച്ച് നിൽക്കാനുള്ള സാധനങ്ങളെല്ലാമായിട്ട് നമ്മൾ വരിക. പാത്രങ്ങളൊക്കെ കൊണ്ടുവരണം, അരി കൊണ്ടുവരണം. പിന്നെ ഇവിടെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, സാമ്പാർ പൊടി, രസപ്പൊടി, പുളി, പപ്പടം, ഇതൊന്നും ഇവിടെ കിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ വേണ്ടവർ ഇതൊക്കെ ആയിട്ട് വേണം വരാനായിട്ട്. ഇല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ എത്ര കയറി ഇറങ്ങി നടന്നാലും നമുക്ക് കിട്ടില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ച് ഇന്ത്യൻ മാർക്കറ്റുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ പോയിട്ടില്ല. അവിടെ ഈ സാധനങ്ങളൊക്കെ കിട്ടും എന്ന് പറയുന്നുണ്ട്. എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല.
എൻ്റെ അറിവിൽ ഇവിടെ ഈ പൊടികളൊന്നും കിട്ടില്ല, പപ്പടം കിട്ടില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എല്ലാ കറികളിലും മസ്റ്റാണല്ലോ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത, ഇതൊക്കെ വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർ ഈ പൊടികളൊക്കെ ആയിട്ട് വരിക. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ സാധാരണ ഞാൻ വാങ്ങാറുള്ളത് അരി വാങ്ങും. അത് ബിരിയാണി അരി കിട്ടും, അല്ലാത്തതും കിട്ടും. പിന്നെ ഇവിടെ ഏറ്റവും വില കുറവുള്ളത് മീറ്റിനാണ്. നമ്മൾ ലുലു മാളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലെ ചിക്കൻ ഓരോരോ പീസായിട്ട് കിട്ടും. അതായത് ലെഗ് പീസ്, ചെസ്റ്റ് പീസ്, അങ്ങനെ ഓരോരോ റേറ്റാണ്. ഓരോന്നും ഓരോ റേറ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് മാത്രം അത് വാങ്ങാം. ഏറ്റവും റേറ്റ് കുറവ് എനിക്ക് തോന്നുന്നു ഇവിടെ പിഗിനാണ്. അത് 6 മുതൽ 3 യൂറോ അങ്ങനെയൊക്കെയാണ് റേറ്റ്. അതുകൊണ്ട് എനിക്കങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ മീറ്റ് കഴിക്കാത്ത ആളാണ്. പക്ഷേ ഇവിടെ വിലക്കുറവായതുകൊണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അത് തന്നെ ദിവസവും ഈ പറഞ്ഞ പോലെ, ദിവസവും അല്ലെങ്കിലും ഇവിടെ മീറ്റിനാണ് വിലക്കുറവ്. എല്ലാവരും ഇവിടെ മീറ്റാണ് അധികം വാങ്ങിച്ച് കഴിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ നിവൃത്തിയില്ല, പൊടികളൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ടും നമ്മൾ ഇതൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ മുട്ടയ്ക്ക് പല റേറ്റാണ്. മുട്ടയ്ക്ക് ഓരോ ബ്രാൻഡ് ഉണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ബ്രാൻഡിനനുസരിച്ചും എണ്ണത്തിനനുസരിച്ചും മുട്ടയുടെ വില മാറി മാറി വരും. ഇവിടെ മുട്ടയ്ക്ക് ഓരോ ബ്രാൻഡുകളനുസരിച്ചിട്ടാണ് അവർ വെക്കുന്നത്. പിന്നെ ഈ പച്ചക്കറികളൊക്കെ ആവശ്യത്തിന് ഇവിടെ വാങ്ങാൻ കിട്ടും. പിന്നെ ക്യാപ്സിക്കത്തിന് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. കാരണം ഇവിടെ ഒരു പ്രത്യേക ഡിഷുണ്ട്, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. ക്യാപ്സിക്കത്തിനകത്ത് മീറ്റ് നിറച്ചിട്ടുള്ള ഡിഷാണ്. അതിവിടെ എല്ലാവരും ഉണ്ടാക്കുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും സാധനം ഉണ്ടാവാറുണ്ട്. പിന്നെ ക്രൊയേഷ്യയിൽ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ട്. പ്രത്യേകിച്ച് സാഗ്രബിൽ എപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. കാരണം പല കടകളിൽ കയറിയിറങ്ങി നടക്കണ്ട. പിന്നെ സാധനം എടുത്തിട്ട് പൈസ കൊടുത്താൽ മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമുക്ക് ക്രൊയേഷ്യ എഴുതാനല്ലേ അറിയൂ, വായിക്കാറില്ലല്ലോ. പിന്നെ വേറെ ഒരു സെക്ഷൻ സൂപ്പർ മാർക്കറ്റിലുണ്ട്. അത് മദ്യപാനികളായ ആൾക്കാർക്ക്, മദ്യം ഇഷ്ടമുള്ളവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ മദ്യം ആവശ്യം പോലെ കിട്ടും. പല ടൈപ്പ് വൈൻ കിട്ടും. ഇതൊരു പ്രോത്സാഹന വീഡിയോ ആയിട്ട് കാണരുത്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊന്നും ഈ സാധനം കിട്ടില്ലല്ലോ. ഇതിങ്ങനെ ഒരു സെക്ഷൻ തന്നെ ഈ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ മദ്യത്തിന് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള നോക്കി നമുക്ക് എടുക്കാം. പല റേറ്റ് വരും. പിന്നെ നമ്മുടെ നാട്ടിൽ ചീപ്പ് റേറ്റിന് നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കും. ഞാനൊക്കെ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ജോലിക്ക് പോകുന്ന ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ന്യൂഡിൽസ്, അതായത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ മടിയാണല്ലോ, നമുക്കൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാരാണല്ലോ സമയത്തൊക്കെ. അപ്പോൾ എളുപ്പത്തിൽ ന്യൂഡിൽസ് വാങ്ങും. കാരണം ചീപ്പ് റേറ്റിന് കിട്ടും സാധനം. ന്യൂഡിൽസ് വാങ്ങും, 3-4 ദിവസം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ന്യൂഡിൽസ് വാങ്ങാൻ പറ്റില്ല. നല്ല റേറ്റാണ് ഇവിടെ ന്യൂഡിൽസിന്, മുടിഞ്ഞ റേറ്റാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു നേരം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് ന്യൂഡിൽസ് പെറുക്കിക്കൊണ്ടുവരാൻ പറ്റുന്നവരൊക്കെ കൊണ്ടുപോരെ. അരിയൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ എത്ര ആണെങ്കിലും നമ്മൾ എന്താണേലും വാങ്ങിച്ച് പറ്റുള്ളൂ. പിന്നെ ഇവിടെ പശു, പന്നിയൊക്കെ ഉണ്ട്. പോത്ത് കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. ഫിഷ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ചാളയൊക്കെ കിട്ടും ഇവിടെ. റേറ്റ് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നുമല്ല. പിന്നെ ബ്രെഡ് വാങ്ങാൻ കിട്ടും. മാക്സിമം നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്നവർ കൊണ്ടുവരിക. കാരണം കയ്യിലുള്ള ഫണ്ട് ഫുള്ള് തീരും. അപ്പോൾ പ്രൈസ് മാത്രം നോക്കരുത്. നമ്മൾ സാധനം വാങ്ങുമ്പോൾ വെയിറ്റ് നോക്കണം. എല്ലാം കമ്പയർ ചെയ്തിട്ട് മാത്രമേ വാങ്ങാവുള്ളൂ. പിന്നെ ബിസ്ക്കറ്റിനൊക്കെ ഇവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോറുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് എവിടെയാണെന്നൊന്ന് അന്വേഷിച്ചാൽ അവിടെ പോയിട്ട് വാങ്ങുന്നതാണ് നല്ലത്. അവിടെ എല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അവിടെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അതാണ് നല്ലത്. എനിക്കറിയില്ല, കാരണം എനിക്കറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ കടുക് കിട്ടില്ല കേട്ടോ. അതും കൂടെ വേണ്ടവർ കൊണ്ടുവരിക. അപ്പോൾ പറഞ്ഞു വന്നത്, കൊണ്ടുവരാൻ പറ്റാവുന്ന അത്രയും സാധനങ്ങൾ മാക്സിമം കൊണ്ടുവരിക. നമുക്ക് സാലറി ഒക്കെ കിട്ടുന്നവർ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ മാത്രം പൈസ ചിലവാക്കുക. ഫുഡിന് അത്യാവശ്യം പൈസയാകും. നമ്മൾ സ്വന്തമായിട്ട് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അത്ര സീനില്ല. നമുക്ക് അത്യാവശ്യം ഫുഡ് എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് മാക്സിമം കൊണ്ടുവരാൻ പറ്റുന്നത് കൊണ്ടുവരെ. പിന്നെ വന്നതിൻ്റെ ആവശ്യത്തിൽ ചാടിക്കേറി ഇവിടുത്തെ ഫുഡൊക്കെ പരീക്ഷിച്ച് വെറുതെ വയറും ചിത്തിയാക്കണ്ട, ഫണ്ടും കളയണ്ട. അപ്പോൾ അതിലും നല്ലത് മാക്സിമം നമ്മൾ കൊണ്ടുവരാൻ പറ്റുന്നത് കൊണ്ടുവരിക, എന്നിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിക്കുക. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ജോലിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് പതുക്കെ ഇവിടുത്തെ ഫുഡും സാധനങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. അതല്ലേ ഏറ്റവും ബെറ്റർ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ, അതായത് ഇവിടുത്തെ ഓരോ ഫുഡും എന്താണ്, എത്രയാണ് റേറ്റ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യാം. ഞാനിത് പല സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് ചോദിക്കും. പക്ഷെ പറ്റൂല. കാരണം നമ്മൾ നേരെ ചെന്ന് ഞാൻ കമ്പനി വണ്ടിയുണ്ട്. അപ്പോൾ അവർ തന്നെ നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ സാധനങ്ങൾ എടുത്തിട്ട് അവരെ നമ്മൾ തിരിച്ച് കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കില്ല. ഇത് ഞാൻ പലപ്പോഴായിട്ട് എടുത്ത വീഡിയോസാണ് ഞാനിപ്പോൾ സൂപ്പർ മാർക്കറ്റിലെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫുഡിനെ കുറിച്ചും ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അതായത് ഇവിടെ കിട്ടുന്ന ഫുഡും അതിൻ്റെ പ്രൈസിനെ കുറിച്ചൊക്കെ ഞാൻ എന്തായാലും ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇവിടുത്തെ ഫുഡൊന്നും അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.